ഗുജറാത്തിൽ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി കണക്കുകൾ. പൗരത്വം ഉപേക്ഷിച്ച് പാസ്പോർട്ടുകൾ സറണ്ടർ ചെയ്തവരുടെ എണ്ണം കഴിഞ്ഞ വർഷത്തേക്കാൾ ഇരട്ടിയായതായാണ് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നത്. 2023-ൽ 485 പാസ്പോർട്ടുകളാണ് ഗുജറാത്തിൽ സറണ്ടർ ചെയ്തത്. 2022-ൽ ഇത് 241 ആയിരുന്നു. 2024 മെയ് വരെ 244 പാസ്പോർട്ടുകളാണ് സറണ്ടർ ചെയ്തിരിക്കുന്നത്. സൂറത്ത്, നവസാരി, വൽസാദ്, നർമ്മദ എന്നിവ ഉൾപ്പെടെ ദക്ഷിണ ഗുജറാത്ത് മേഖലയിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ നിന്നുള്ള കണക്കുകളാണ് ഇവ വ്യക്തമാക്കുന്നത്. 30 മുതൽ 45 വയസ്സിനിടയിലുള്ളവരാണ് പൗരത്വം ഉപേക്ഷിച്ചവരിൽ ഭൂരിഭാഗവും. ഇവർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, UK, കാനഡ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ സ്ഥിരതാമസമാക്കിയവരാണെന്നാണ് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. 2014-നും 2022-നും ഇടയിൽ ഗുജറാത്തിൽ നിന്നുള്ള 22,300 പേർ പൗരത്വം ഉപേക്ഷിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൾ. രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ പൗരത്വം ഉപേക്ഷിക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഡൽഹിയാണ് ഇതിൽ ഒന്നാമത്. 60,414 പേരാണ് ഡൽഹിയിൽ ഈ കാലയളവിൽ പൗരത്വം ഉപേക്ഷിച്ചത്. രണ്ടാമതുള്ള പഞ്ചാബിൽ 28,117 പേർ പൗരത്വം ഉപേക്ഷിച്ചെന്നാണ് കണക്കുകൾ. കോവിഡിന് ശേഷമാണ് കൂടുതൽ പേരും പൗരത്വം ഉപേക്ഷിച്ചതെന്നും പാസ്പോർട്ടുകൾ സറണ്ടർ ചെയ്തിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. കോവിഡ് നിയന്ത്രണങ്ങൾക്ക് ശേഷം എംബസികൾ വീണ്ടും തുറന്നതും പൗരത്വ നടപടികൾ പുനരാരംഭിച്ചതും ഈ വർധനവിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് അഹമ്മദാബാദിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ അഭിഷിത് ശുക്ല പറയുന്നു. നിരവധി ചെറുപ്പക്കാർ പഠനത്തിനായി വിദേശത്തേക്ക് പോകുകയും ഒടുവിൽ അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നതായാണ് റിപ്പോർട്ട്. ഇത്തരം വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിക്കുന്നത് പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നതിലും വർധനവുണ്ടാക്കിയിട്ടുണ്ട്. മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കും ജീവിത നിലവാരത്തിനും വേണ്ടിയാണ് പല വ്യവസായികളും വിദേശത്തേക്ക് പോകുന്നതെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. ഇന്ത്യയിലെ ഉയർന്ന ജീവിത നിലവാരമുള്ളവർ പോലും സ്വസ്ഥമായ ജീവിതാന്തരീക്ഷവും ശുദ്ധമായ പരിസ്ഥിതി അന്തരീക്ഷവും ഡ്രൈവിംഗ് സാഹചര്യങ്ങളുമെല്ലാം മുന്നിൽ കണ്ടാണ് ഇന്ത്യ വിടാൻ ആഗ്രഹിക്കുന്നത്. അഹമ്മദാബാദ് ഉൾപ്പെടെയുള്ള ഗുജറാത്തിലെ നഗരങ്ങൾ കാൽനടയ്ക്ക് പോലും അനുയോജ്യമല്ലെന്നാണ് വിസ കൺസൾട്ടന്റായ ലളിത് അദ്വാനിയുടെ അഭിപ്രായം. 2012 മുതൽ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവുണ്ടായിട്ടുണ്ട്, പ്രത്യേകിച്ച് 2013-2014 ശേഷം. വിദേശത്തേക്ക് താമസം മാറിയ കൂടുതൽ ആളുകൾക്ക് ഇപ്പോൾ വിദേശ പൗരത്വം ലഭിക്കുന്നതിനാൽ 2028ഓടെ പാസ്പോർട്ട് സറണ്ടർമാരുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുമെന്നാണ് പാസ്പോർട്ട് കൺസൾട്ടന്റായ വിദേശ് ദേശായും ചൂണ്ടിക്കാട്ടുന്നത്. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുകയും വിദേശ പൗരത്വം നേടുകയും ചെയ്യുന്നവർക്ക് സറണ്ടർ സർട്ടിഫിക്കറ്റ് നൽകും. 1967-ലെ പാസ്പോർട്ട് നിയമം അനുസരിച്ച് ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾ വിദേശ പൗരത്വം നേടിയ ശേഷം അവരുടെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യണം. പിഴ കൂടാതെ 3 വർഷത്തിനകം പാസ്പോർട്ട് സറണ്ടർ ചെയ്യാം. എന്നാൽ പൗരത്വം ലഭിച്ച് 3 വർഷത്തിന് ശേഷമാണ് പാസ്പോർട്ട് സറണ്ടർ ചെയ്യുന്നതെങ്കിൽ 10,000 രൂപ മുതൽ 50,000 രൂപ വരെ പിഴ ചുമത്തും.